ഹായ് ബിലവേഡ്, നമസ്കാരം. ഞങ്ങള് റാന്നി യാത്രയിലാണ്. അതായത് മൊളാച്ചിയുടെ വീട് അല്ലെങ്കിൽ ജ്യോതിയുടെ വീട്. എന്റെ വീട്ടിൽ നിന്ന് ഈ മൊളാച്ചിയുടെ വീട്ടിലേക്ക് എത്താൻ 3-4 വഴികളുണ്ട്. നമ്മൾ സാധാരണയായിട്ട് പോകാറുള്ളതാണ്. അതില് ഏറ്റവും ഷോർട്ട് എന്ന് പറയുന്നത് ഈ പിറവം വഴി, അതായത് ഒരു 97 കിലോമീറ്ററിൽ വീട്ടിലെത്താം. അല്ലെങ്കിൽ പിന്നെ ഏറ്റുമാനൂർ വഴിയുണ്ട്, അതാകുമ്പോൾ 107 കിലോമീറ്റർ, ഒരു 9-10 കിലോമീറ്റർ കൂടുതലാണ്. നല്ല റോഡാണത്, ഇത് മോശമില്ല. പിന്നെ ഉള്ളത് ഈ കൂത്താട്ടുകുളം വഴി എരുമേലി, അങ്ങനെയും എത്താം. അത് 120 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ആലപ്പുഴ വഴി നമ്മളിത് എല്ലാ വഴിയും പോയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരേ വഴി ബോറടിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറച്ച് കിലോമീറ്റർ പോയാലും വേണ്ടില്ല, യാത്രകൾ ആസ്വദിച്ച് പോകാമല്ലോ എന്ന് കരുതി പല പല റൂട്ടിലൂടെ നമ്മൾ പോകാറുണ്ട്. ഇന്ന് മോനില്ല, അദ്ദേഹം ഡ്യൂട്ടിയിലാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിറവം വഴി വരുന്നത്. ഞങ്ങൾ സാധാരണ പോകുന്നത് ഏറ്റുമാനൂർ വഴി. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ, എന്റെ അമ്മ വീട് കിടങ്ങൂര്, മൊളാച്ചിയുടെ അമ്മ വീട് എവിടെയാണ്? ആനിക്കാട്. രണ്ടും കോട്ടയം ജില്ലയാണ്. അപ്പൊ ഈ രണ്ടുപേരുടെയും അമ്മ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞങ്ങൾ റാന്നിക്ക് വരാറുള്ളതെങ്കിലും പലപ്പോഴും അവിടെ കയറാറില്ല. സമയം കിട്ടാത്തത് കൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇറങ്ങാറില്ല. ഇന്ന് തന്നെ ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങണം തുടങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് 9-9:30 മണിയായി ഇറങ്ങിയപ്പോ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ എന്താ പറഞ്ഞു വന്നേ? പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഞാനൊരു 8-9 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് അത്. മൊളാച്ചിക്ക് ഞാനിപ്പോ പറയാൻ പോകുന്ന, ഞാൻ പറഞ്ഞ ക്യാമറ തോന്നുന്നു, നമുക്കൊരു ഒരു ട്രാവൽ, നമുക്ക് യാത്ര, ഒരു വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞ ഞാൻ ഓണാക്കിയത്. ഇത് മിക്കവാറും ഞാനത് പറഞ്ഞു കേട്ടാൽ ഇത് അദ്ദേഹം എഡിറ്റ് ഔട്ട് ചെയ്യുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. മനസ്സിലായോ? അതായത് ഒരു 7-8-9 വർഷം, അതായത് 8-9 വർഷം മുൻപ് ഞങ്ങൾ ഈ വഴി വന്നപ്പോഴുണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് സ്ഥലമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാനിപ്പോ ആ വീട് ഇപ്പൊ കടന്നുപോയി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നത്, ഈ മൊളാച്ചിക്ക് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞ് കലശലായ മൂത്രമൊഴിക്കൽ മുട്ടൽ. മനസ്സിലായോ? അപ്പൊ നമ്മൾ പെട്രോൾ പമ്പ്, നമുക്ക് പെട്രോൾ പമ്പ് പെട്ടെന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ബിലവേഴ്സിനോട് നമ്മൾ വേറെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോ പെട്രോൾ പമ്പിൽ നമുക്ക് അടുത്ത പെട്രോൾ പമ്പിൽ പോകാന്ന് പറഞ്ഞപ്പോൾ അതുവരെ സഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അടുത്തൊരു വീട്ടിൽ അമ്മയും ഉണ്ട് അച്ഛനും ഉണ്ട് കൂടെ യാത്രയില്ലല്ലേ. അപ്പൊ അമ്മയും മകളും ഞാൻ പിന്നെ എന്ത് ചെയ്തു, വരുന്ന വഴിക്ക് ഒരു സൈഡിലുള്ള ഒരു വീട്ടിൽ ഒരു ചെറിയ വീട് കണ്ടു. അപ്പൊ അവിടെ നിർത്തിയിട്ട്, റോഡ് സൈഡിൽ നിർത്തിയിട്ട് അമ്മയും മോളും കൂടെ ആ വീട്ടിൽ പോയി ചോദിച്ചു, ഇങ്ങനെ പുറത്ത് ബാത്റൂം ഉണ്ടോ, ഒന്ന് മൂത്രമൊഴിക്കാനൊന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ അവര് വളരെ സന്തോഷപൂർവ്വം വാഷ്റൂം ഒക്കെ കാണിച്ചു, കൊള്ളാനൊക്കെ പോയി അവരതൊക്കെ സാധിച്ച് തിരിച്ചു വന്നു. ഞങ്ങളിങ്ങ് പോന്നു. ഇപ്പോൾ ഞാൻ ആ സ്ഥലം കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഇദ്ദേഹത്തിന് ഓർമ്മ വന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ആ സ്ഥലം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അപ്പൊ നോക്കിയപ്പോ ആ വീട് അവിടെ ഇല്ല. ആ വീടേ ഇല്ല. അന്ന് മൂത്രമൊഴിച്ച വീട് അവിടെ നാമാവശേഷമായിരിക്കും. അല്ല, പക്ഷേ കുറ്റം പറയല്ലോ, ആ വീടിന്റെ സ്ഥാനത്ത് ഇപ്പൊ 2 നില വീടാണ് വന്നിരിക്കുന്നത്. എന്താണ്? അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോ അവര് ആദ്യം താമസിച്ചിരുന്ന ഒരു വീട്ടുകാര് ഇനി അത് വീട് വിറ്റ് വേറെ അവര് വാങ്ങിയതാണോ? നല്ലൊരു വീട് വന്നു ആണോ? അപ്പൊ ഈ വിവരം ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഇതിപ്പോ എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ ഞാൻ ലൈവിൽ പറയും. നമ്മള് നാറ്റിക്കാനൊന്നും അല്ല പറയുന്നത്. അവിടെ ആണെങ്കിൽ എന്തെങ്കിലും ഇതല്ലേ, ഒന്നും ആരും ഇങ്ങോട്ട് നേരെ വന്ന് കമന്റ് ഇടുമല്ലോ. ശരി. അപ്പൊ ഞങ്ങള് കൊറേ നേരം ഫോൺ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നിട്ടേ എനിക്ക് കൈക്ക് ഞാൻ കഷ്ടപ്പെട്ടാ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇത് ആടുന്ന് പിടിക്കുന്നൊക്കെ ഉണ്ട്, നോക്കാം. ഓ ഐശ്വരി, ഐശ്വര്യാണോ? ഞങ്ങളെ അതൊക്കെ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ലൈവിലെ ഐശ്വര്യക്കുട്ടി, അച്ചുക്കുട്ടി വന്ന് പറയുന്നതാണ്. അച്ചുക്കുട്ടിയുടെ ഇത് കടമെടുത്തതാണ് ഈ ഐശ്വരി. അപ്പൊ നമുക്ക് ഇനിയും പോലെ വലിയൊരു കാഴ്ചകൾ. ഇനിയിപ്പോ നമ്മൾ ഇനി റാന്നി ചെല്ലുമ്പോൾ ഉള്ള കാഴ്ചകളുണ്ട്. ഇനി ഫെബിയ വിഭവസമൃദ്ധമായ ലഞ്ചാണോ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്, ക്യാമറ, ഭക്ഷണം, ഇതൊക്കെ നമുക്ക് എല്ലാം നമ്മുടെ ഈ വ്ളോഗിൽ നിന്ന് ഉൾപ്പെടുത്തിയേക്കാം അല്ലെ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ യാത്രക്കാരും പലതവണ പലവട്ടം പോയിട്ടുണ്ടെങ്കിലും പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു വ്ളോഗിലേക്ക് നമ്മൾ തിരിഞ്ഞത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇന്ന് ഈ ഒരു വ്ളോഗിന് അങ്ങനെയും കൂടി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം അല്ലെ.
ഡ്രസ് കുറച്ച് മാച്ചിങ് അല്ലേ? എന്താ അത് നമ്മുടെ ഡ്രസ് മാച്ചിങ് ആണോ? യെസ്. ഞാൻ പിന്നെ ഞങ്ങളിപ്പോ എവിടെ എത്തി? എവിടെ എത്തിയത്? കൊടുങ്ങൂരിന്ന് റൈറ്റ് എടുക്കണം. ഇനിയുണ്ടല്ലേ 30 കിലോമീറ്റർ? കിലോമീറ്റർ കുറച്ചോ? 27 കിലോമീറ്റർ ഉള്ളൂ റാന്നി. ഇവിടെ നമ്മൾ പിന്നെ ഈ കിലോമീറ്റർ നോക്കണം. നമ്മള് കണ്ണടച്ചാലും 10, 20, 25 വർഷം ആയിട്ട് വരുന്ന വഴിയല്ല. അപ്പൊ നമുക്ക് കണ്ണടച്ചാലും നമ്മൾ എത്തും എവിടെയെങ്കിലും. കണ്ണടച്ച വീട്ടിലെത്തില്ല, വീട്ടില് ആൾക്കാരെത്തും അല്ലേ? നമ്മുടെ വീട്ടിൽ ആളുകൾ എത്തും കണ്ണടച്ചാൽ. കണ്ണ് തുറന്ന് ഓടിച്ചോളാം. കൂടുതൽ ചളാക്കണ്ട, ബാക്കി നമുക്ക് പിന്നെ പറയാം. ശരി, ഓക്കെ, ബൈ. നല്ല വഴിയല്ലേ? ഒരു കാര്യം ചെയ്തോ, വണ്ടി ഓടിച്ചോ. ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ക്യാമറ പിടിക്കാം. മുളച്ചു ഓടിക്കുക. ഞാനിപ്പോ 80 കിലോമീറ്റർ ഞാൻ പിന്നിട്ടു. ഇവിടുന്ന് ലെഫ്റ്റ് നമ്മുടെ ഹോനായിടല്ലേ? മണിമലയാണ് ഞങ്ങളുടെ കുരുവിള ഈപ്പൻ സാറിന്റെ വീട്. അപ്പോ കുരുവിള സാർ, ഞങ്ങൾ ഈ വഴി കടന്നുപോയി, സാറിനെ അറിയിച്ചില്ല. സോറി, ഐ ആം സോറിയാണ്. അപ്പൊ മുളജ് ഒരു കാലപ്പുറം നിൽക്കട്ടെ. ഇനി കുറച്ചു നേരം വന്ന് വണ്ടി ഓടിക്കുക, ബാക്കിയുള്ള ദൂരം വന്ന് ഓടിക്കുക. എനിക്ക് വലിയ ആഗ്രഹങ്ങൾ. ഞാൻ ക്യാമറ പിടിക്കാം കുറച്ചു നേരം. ഇവിടെ നിർത്താം, വന്ന് ഇവിടെ ഓടിച്ചോളാം കേട്ടോ. അയ്യോ, എനിക്ക് കുഷിയം വേണം. കാണാൻ പറ്റില്ല. കുഷിയൻ എടുത്തോണ്ട് വരട്ടെ. പോയി ഡോറ് തുറക്കുമ്പോ നോക്കണേ. നല്ല സമയത്തായിരുന്നു എനിക്ക് വണ്ടി തന്നു. എന്നാ ബിലവേഴ്സ്, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം പൊളാച്ചി വണ്ടി ഓടിക്കുകയാണ്. ഇദ്ദേഹത്തോട് ഞാൻ എപ്പോ പറഞ്ഞാലും ഉണ്ടല്ലോ, കാലത്ത് വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ പ്രശ്നം. അതായത് കാലത്ത് എനിക്ക് കഴിച്ചു കഴിഞ്ഞ് വയറ് നിറഞ്ഞിരിക്കുമ്പോ ബുദ്ധിമുട്ടാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരും. വൈകുന്നേരം ആകുമ്പോ സൂര്യൻ കണ്ണിലേക്ക് അടിക്കും, അവിടെ പ്രശ്നം. രാത്രി പിന്നെ ഓടിക്കില്ല, ലൈറ്റിന്റെ പ്രശ്നം. അങ്ങനെ ഒരിക്കലും ഓടിക്കാൻ പറ്റിയ ഒരു ദിവസത്തിൽ ഇല്ല. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഇന്ന് ഓടിച്ചേ പറ്റുള്ളൂ. ഞാൻ 80 കിലോമീറ്റർ ഞാൻ ഓടിച്ചതാണ്. അപ്പൊ ബാക്കിയുള്ള കിലോമീറ്റർ എനിക്ക് ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പറ്റത്തില്ല, ഒരു മടിയോ പാടില്ലല്ലോ. നമ്മള് ഡ്രൈവിംഗ് ലൈസൻസ് മേടിച്ചു വെച്ചിട്ട് വണ്ടി ഓടിക്കാനല്ലേ. അപ്പൊ കിട്ടുന്ന ചാൻസ് വണ്ടി ഓടിപ്പിക്കുക എന്നുള്ളത് ഒരു അജണ്ട ആക്കി വെച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഓടിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഫിഫ്റ്റൊക്കെ കേട്ടോ, ചുമ്മാ വെച്ചേക്കണം നല്ലത്. ഇത് പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ അതിർത്തി അല്ലേ? അല്ലേ? പ്ലാച്ചേരി ജംഗ്ഷൻ. അതെ. അങ്ങനെ വെറും നമ്മളിപ്പോ എത്രയായി? എത്ര കിലോമീറ്റർ ഉണ്ട്? വീടിനോട് അടുത്തോണ്ടിരിക്കുന്നു. എനിക്ക് വിശക്കുന്നു. മക്കളെ ചാടരുത്, ഞാനൊന്ന് പോയിട്ട് നിങ്ങൾ ചാടി. ഓക്കെ അല്ലേ? ഓക്കെ ആണ്, വളരെ നന്ദി. വെരി ഗുഡ്, വെൽ ഡൺ. അപ്പൊ റാന്നിയാണ് കേട്ടോ ഇത്. 12:45 എത്തിയത്. 12:45 എത്തിയില്ല മൂന്ന്. റാന്നി ടൗൺ. ഞങ്ങളുടെ കല്യാണം നടന്ന തോട്ടമൺകാവ് ഭഗവതി ക്ഷേത്രം
അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും. ബിലവേഴ്സ്, ഇതാണ് കേട്ടോ തിരുവാഭരണ പാത. ഇതിലൂടെയാണ് നമ്മുടെ തിരുവാഭരണ ഘോഷയാത്ര പോകുന്നത്. ഹായ് കുഞ്ചസ്, ഹലോ. എവിടെ നിൽക്കണ്ട ശരിയായിക്കൊരു പറ്റു പറ്റി. ഫെബി എന്താ വിചാരിച്ചെന്നറിയാം, ഞങ്ങള് വരുമ്പോ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വെളി വന്നിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ 1:30 വരുമെന്ന് കരുതി ഫെബിയെ കുളിക്കാൻ കയറിയത്. കണക്കൂട്ടലൊക്കെ തെറ്റി ഞാൻ ഓടിച്ചിട്ട് പോലും ഞങ്ങൾ 1 മണിയായിട്ട് 1 മണിക്ക് മുന്നേ എത്തിയല്ലേ. പക്ഷേ ചേച്ചി കള്ളത്തരം കാണിച്ചു. ചേച്ചി 1:30 വരുമെന്നല്ലേ പറഞ്ഞത്? 1:30 വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാനും കൂടെ ഓടിക്കുന്ന സമയം ചേർത്താ പറഞ്ഞത്. അത് ചേച്ചി 10 മിനിറ്റ് മുന്നേ അല്ല, 1 മണിക്കൂർ മുന്നേ ഓടിച്ചിരുന്നെങ്കിൽ 1:30 കിട്ടിയില്ല കേട്ടോ. കൊച്ചു മാത്രമേ ഉള്ളൂ. പക്ഷെ പിള്ളേരുടെ ഫുഡ് അതിനും കൂടെ തീർത്ത് ഭക്ഷണം ആഹാ അവിടെ നിന്ന് എത്തുന്നില്ല. ധ്രുവിനെ എടുത്ത് കാണിക്കണം. ധ്രുവിനെ കാണിക്കണം പ്രത്യേകിച്ച് അല്ലേ. ഫോട്ടോ എടുത്ത് ഇട്ടേ ചേട്ടാ. ഞാനിങ്ങനെ കവിയ വിളമ്പുന്ന കണ്ടുകൊണ്ട് നിൽക്കും. വേണമെങ്കിൽ ഈ സമയം കൊണ്ട് പക്ഷെ ഞാൻ എന്തുകൊണ്ടൊക്കെ ചെയ്യും. നല്ല ബീഫ് അതൊരു ഒന്നും അല്ലേ. ഒരു പഴംപൊരി മാത്രം കഴിക്കുന്നു കഴിച്ച്. വെക്കട്ടെ. ഏത് മീനാ പറഞ്ഞത്? ഒന്ന് എന്താ പറയാ, CD എന്ന് പറയും ഇവിടെ, അല്ല അവിടെ, ഇവിടെ ബ്ലേഡ് എന്ന് പറയും. മനസ്സിലായി. ഇത് ഈ പരന്ന മീനാണ്, പക്ഷെ അതിന് ദശയുണ്ട്. അങ്ങനത്തെ മീനല്ലേ? അപ്പൊ നീ കഴിക്കല്ലേ? എല്ലാത്തും കഴിക്കാം. കുഞ്ഞാവയ്ക്ക് കൊടുക്ക്. ചെവിയായിരിക്കും. ഇതാണ് നിങ്ങളുടെ സുന്ദരനായ പാട്ട്. അത് കുഴപ്പമില്ല. അപ്പൊ നല്ല പാട്ടാ. നമുക്ക് കഴിച്ചാലോ സീരിയേട്ടാ? കഴിക്കാം. എനിക്ക് ആരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. എനിക്ക് വിശക്കുന്നു. ഇത് കഴിക്കുമ്പോഴും ഈ ആവശ്യം കാണിക്കും. കഴിക്കുമ്പോ വിശപ്പുള്ളോണ്ട് കാണിക്കാൻ മതിയാ. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കി കഴിച്ചിട്ട് കാണാൻ. എല്ലാം വന്നിട്ടില്ലല്ലോ. എല്ലാം മന്തിൽ വന്നോ? എല്ലാ കറികളും കംപ്ലീറ്റ് പ്ലേറ്റ് ആണത്. കംപ്ലീറ്റ് കറി കഴിക്കട്ടെ? കറി വെച്ചോ. വേണം. സൂപ്പർ. ഞാൻ 10 കഴിക്കും. ഇവിടെ എല്ലാം 10. ഞങ്ങളുടെ പെവിയ പഠിപ്പിക്കുന്ന സ്കൂളിൽ എന്നിട്ട് നമ്മളെ എവിടെ എന്തൊക്കെ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ടുവന്നത്? ഞങ്ങളെ മയിലിനെ കാണിക്കാം, പൈൻമരം കാണിക്കാം. ഒരു കോഴിയെ പോലും കണ്ടില്ല. അതെ, ഒരു അണ്ണാൻ ഇതിലെ നടക്കുന്നുണ്ട്. പിന്നെ പ്രാവുണ്ട് ഉള്ളത് പറയണമല്ലോ. പിന്നെ റബ്ബറും തോട്ടമുണ്ട് പൈൻമരത്തിന്. എന്തൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങൾ ചെയ്താ കൊണ്ടുവന്നത്. പൈൻമരം കാണാം, മയിലുണ്ട്, കാടാണ്, പക്ഷെ ഒന്നും കണ്ടില്ല. രസമല്ല. ഏത് വഴിയോ വരണേന്ന് പോലെ ഞങ്ങള് അറിയാം. ഞങ്ങള് ഓട്ടോറിക്ഷക്കാരെ അവിടെ സ്റ്റാൻഡിൽ നിർത്തി ചോദിക്കണമെന്ന് ഓർത്തതാ. ഞങ്ങൾ പറഞ്ഞു കാറിനകത്ത് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചർക്ക് വഴി അറിയാൻ പാടില്ല, അതുകൊണ്ട് ഈ സ്കൂളിലേക്ക് ഒന്ന് വരണമെന്ന്. അപ്പം അത്രേ ഉള്ളൂ. വിലവർഷം ഞങ്ങൾ ഇതിപ്പോൾ സമയത്തിലായി. ഇപ്പം 5:20 5:30 ഇവിടാണ് നമ്മൾ പറയേണ്ടത്. യൂട്യൂബ് നമ്മുടെ അച്ചുകൂട്ടം പറഞ്ഞ പോലെ നല്ല രസമുണ്ട് കേട്ടോ വഴിയൊക്കെ കാണാന്. ദിവ്യയുടെ സ്കൂളിൽ നിന്ന് വരുന്ന
വീടെത്താറായി. പൈൻമരവും കണ്ടില്ല, മയിലിനെയും കണ്ടില്ല, 2 പ്രാവിനെ കണ്ടു, ഒരു പട്ടിയെ കണ്ടു, ഒരു റബ്ബർ തോട്ടം കണ്ടു. റബ്ബർ തോട്ടമാണ് മൊത്തം. ബേബി ആദ്യം ഗൂഗിളിൽ നോക്കണം പൈൻമരം എന്താണെന്നും റബ്ബർ തോട്ടം എന്താണെന്നും നോക്കിയൊന്നും മനസ്സിലാക്കണേ. ഇത് പൈൻ മരം എന്ന് പറഞ്ഞാൽ എന്തിനാ? ഞാൻ ഉദ്ദേശിച്ച ഈ പൈനാപ്പിൾ തോട്ടമാ. അതാണോ ഉദ്ദേശിക്കണേ? പൈനാപ്പിൾ ആണോ? ഞാൻ കേട്ട പൈൻ വലിയ ഊട്ടിയിലെ സിനിമ, സിനിമയില് പൈനാപ്പിൾ തോട്ടം. കറക്റ്റാണ്, മോളാച്ചി പറഞ്ഞേ ഉള്ളൂ. ആണോ? ഞാൻ വണ്ടി പറഞ്ഞു ചേട്ടൻ എങ്ങനെയായിരുന്നു വണ്ടി ഓർത്ത് വെക്കുന്നു. നന്ദു ഉണ്ടാക്കിയ മയില് നന്ദു ഉണ്ടാക്കിയ ആഹാ ആയിരം കാടയ്ക്ക് അര കോഴി എന്നാ പറയണേ. 1000 കോഴിക്ക് അര കാട. സോറി, മാറിപ്പോയി. സെയിം കോഴി സെയിം കോഴി കോഴിയുടെ ടേസ്റ്റ് ആണോ? അതാരാണത്? വൈകിട്ടത്തെ കാട പരീക്ഷണം. ഞാൻ പരീക്ഷിച്ചത് ഈ സമയം വരെ ഓക്കെയാണ്. 7 മണിക്കൂറായി അല്ലേ? 6 മണിക്കൂർ പിന്നിട്ടു. എവിടെയാ കാട്? കാടാന്ന് വെച്ചപ്പോ കാടാണ്. ഞാനല്ലേ ഞാൻ അപ്പം മെനി മെനി ഹാപ്പി അല്ലേ? അത് നേരത്തെ പറഞ്ഞു. കാണിച്ചു തരാട്ടോ. ഫ്ലോറൽ ഒന്ന് കയറി നോക്കി. അപ്പം ഞങ്ങൾ എന്തായാലും വന്നിരുന്നു കേട്ടോ. നിങ്ങൾ ഇരിക്കുന്ന ആരെങ്കിലും വരുന്നതെന്ന് നോക്കാം. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി. ഓക്കെ, ഇതാ ദീപ്തി. ഇനിയുണ്ടോ? ഞാനാണോ ദീപ്തി ഇത്? ഞാനാണോ? വാള് ഈ കിരീടം ആ വാളൊക്കെ ഉണ്ടാക്കിയ ആളാണ് കേട്ടോ നിൽക്കുന്നത് നന്ദു. നീ എന്തൊക്കെയുണ്ട് നന്ദു? മയില്, കൂടാരം, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് നന്ദുവിന്റെ.
കുഞ്ഞാവേ ഇന്ന് കിരീടം വെച്ചിട്ട് എങ്ങനെയുണ്ട്? കണ്ണാടി വെച്ച റാണിയൊക്കെ ഉണ്ട്. കണ്ണാടി വെച്ച റാണി. ഹലോ. മഹാഭാരതത്തിന്റെ കിരീടം വെച്ച ഇംഗ്ലണ്ടിലെ ഇതെൻ്റെ കളിക്കൂട്ടുകാരി സ്വപ്ന. ഞങ്ങൾ ഡാൻസ് പഠിത്തവും സ്കൂളിൽ പോക്കും എല്ലാം ഒന്നിച്ചായിരുന്നു. ഇപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. ഇപ്രാവശ്യം ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ സ്വപ്നയും തറവാട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു. കാര്യം ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഇപ്രാവശ്യം സ്വപ്നയുടെ കുടുംബത്തെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ചെറുപ്പത്തിൽ ഡാൻസും ഒക്കെ ആയിട്ട് അയ്യോ എന്ത് രസമാണ്. ഞാനും കുറെ നാളെ പണ്ടേ കേൾക്കണതാണ് ഈ സ്മിത എന്ന് വിളിക്കുന്ന സ്വപ്നയെ. പറഞ്ഞോ? അല്ല, ഞങ്ങൾ ഇവിടുത്തെ ആദ്യത്തെ ഡാൻസുകാരാ. അപ്പൊ വഴിയിലൊക്കെ നടക്കുമ്പോ ആൾക്കാരൊക്കെ കളിക്കാൻ പറഞ്ഞ അപ്പൊ നിങ്ങൾ കളിയും. റെഡിയാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ? അല്ല, നടക്കുന്നതിന്റെ സ്വപ്നം നമ്മൾ നടക്കുന്നവർ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും അത് ഇച്ചിരി സ്ഥലമുള്ളൂ അവിടെ കളിച്ചു, പക്ഷെ അരങ്ങേറ്റം പോലും കഴിഞ്ഞ് കാണത്തില്ല. ഇല്ല, അതിന് പിന്നെയാണ്. ഞങ്ങളൊന്ന് എവിടെ പോണേ? കുളത്തൂപ്പുഴയാ. കുളത്തൂപ്പുഴയിലേക്ക് ഒരു യാത്ര. അതെ, എവിടെയാണ് കുളത്തൂപ്പുഴ? നമ്മള് മറ്റേ ഓയിൽ പാം കാണാൻ പോകണോ? അല്ല, അത് പറ്റുവാണെങ്കിൽ അപ്പൊ എവിടെ പോണെന്ന് കൂടി ഒന്ന് പറഞ്ഞോ. അച്ഛൻ്റെ സഹോദരിയുടെ വീട്, അതെ, അത് കഴിഞ്ഞ് അച്ഛൻ്റെ അനിയൻ്റെ വീട്. യെസ്. ഇന്ന് ഫാമിലി വിസിറ്റ് ടൈമാണ്. ഫാമിലി വിസിറ്റ്. ബേബി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പച്ചിയുടെ വീടും കൊച്ചച്ഛൻ്റെ വീടും. കുഞ്ചാവേ ഒരു ഹായ് പറഞ്ഞോ. ഒരു യെസ്. മക്കുവാണ് ഡ്രൈവിംഗ് സീറ്റില്. ഞാനിവിടെ ഉണ്ട്. സീനായിട്ടിന് റെസ്റ്റ് എടുക്കുക. അതെ, നാളെ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള എനർജി. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ വഴിയേ അല്ലേ? ഈ വേണ്ട. ഹായ് ബിലവേഴ്സ്. അങ്ങനെ ഞങ്ങൾ 2 ദിവസത്തെ ഈ ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞേ? ഞങ്ങൾ കുളത്തൂപ്പുഴ, പട്ടാഴി, ആദ്യം റാന്നി, പിന്നെ അവിടെ നിന്ന് കുളത്തൂപ്പുഴ, പട്ടാഴി, ചാലാപ്പള്ളി. ചാലാപ്പള്ളി. ചാലാപ്പള്ളി തന്നെ വരുന്ന വഴിക്കാണ്, പക്ഷെ ഞങ്ങള് ഹെബിയൊക്കെ ആയിട്ട് പോയോണ്ട് അതെ. തിരിച്ചു വീട്ടിൽ. അപ്പൊ നമ്മള് കുളത്തൂപ്പുഴ ജ്യോതിയുടെ അപ്പച്ചി അച്ഛന്റെ പെങ്ങളുടെ വീട്ടിലും, പിന്നെ എവിടെയാ പട്ടാഴി കൊച്ചച്ഛന്റെ വീട്ടിലും. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് അച്ഛന്റെ പെങ്ങളുടെ വീട്ടിൽ. അപ്പൊ ഇവിടെയൊക്കെ പോയിട്ട് കുറച്ച് നാളായി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ അവരെയും കൂടി സന്ദർശിച്ചിട്ട് വരാമെന്ന് കരുതി. പിന്നെ അവരുടെ പല വീടുകളിലും നമ്മളുടെ വീഡിയോസ് എടുക്കാൻ, കാരണം അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. പിന്നെ കസിൻസ് ഒക്കെ ആയിട്ട് കുറച്ച് റീൽസും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ ചാനലിൽ ഷോർട്സ് വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്, പ്രതീക്ഷിക്കാം. അപ്പോ പക്ഷെ ഞങ്ങള് അത്തുനെ കൂടെ കൂട്ടാൻ പറ്റിയില്ല അല്ലെ? അത്തുന് അത് ഭയങ്കര മിസ്സിംഗ് ആയിപ്പോയി. നമ്മളെക്കാൾ ഉപരി അവർക്ക് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. അത്തുവിനെ കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്ന്. അത്തു ഡ്യൂട്ടിയൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നുകൊണ്ട് അത്തു ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തില്ല. അപ്പൊ വേറെന്താ, വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോ ബിലവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.